നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്നെ ഓഫീസ് ജോലിയിൽ സഹായിക്കാന്നോ? കൊള്ളാം കൊള്ളാം. എടി, മലയാളത്തില് 4 അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത നീ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓഫീസ് ഫയലുകൾ നോക്കാൻ എന്നെ സഹായിക്കാന്ന് പറഞ്ഞാലേ പിന്നീട് ആ കമ്പനിയുടെ അവസ്ഥ എന്തായിരിക്കും നിനക്ക് വല്ല ഊഹമുണ്ടോ? അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. കച്ചവടം ചെയ്യാനേ എഴുതാനും വായിക്കാനും അറിയണമെന്നൊന്നുമില്ല. വായിലെ നാക്കിന് ഗുരുത്വം ഉണ്ടായാ മതി. കച്ചവടോ? ഞാനെന്താ ഇവിടെ കടല കച്ചവടം നടത്തുകയാണെന്നാണ് നീ എഴുതിയിരിക്കുന്നത്? അതോ അടക്കിയ കച്ചവടോ? അതെ, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് ആര് പറഞ്ഞു? പിന്നെ ഇംഗ്ലീഷൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ ഉദയനൂരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പള്ളിക്കൂടങ്ങളൊന്നും ഇല്ലായിരുന്നു. അതാ. പിന്നെ ഉണ്ടായിരുന്നെങ്കിലേ ഇംഗ്ലീഷൊക്കെ പറഞ്ഞങ്ങ് തകർത്തേനെ. പാർവതി മാഡം, ഞാൻ പോവാ. പാർവതി നിക്ക്. അങ്ങനെ അങ്ങ് പോവല്ലേ? അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ മറന്നുപോയി. ഞാൻ മനസ്സിലാക്കിയ എനിക്കറിയാവുന്ന എന്റെ പാർവതി അത്ര പെട്ടെന്നൊന്നും മറക്കുന്നവളല്ല. ആ പാർവതി എന്നില്ലേ ഈ പാർവതി? അയ്യോ, ഇനിയിപ്പോ ആള് മാറിപ്പോയോ? പിടിച്ചോ, ആ പാർവതി തന്നെയാ ഈ പാർവതി. ആണോ? ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഏതായാലും ആദ്യം നിന്റെ കാര്യം കേക്കട്ടെ, പറ. സാറിനെ കൊല്ലാൻ ശ്രമിച്ച ജതിനെ പോലീസ് പിടിച്ചോണ്ട് പോയതിനു ശേഷം ചിലർക്ക് മനംമാറ്റം ഉണ്ടായി തുടങ്ങിയോന്നൊരു സംശയം. ആർക്ക്? അമ്മയ്ക്കോ അതോ പ്രതാപനങ്ങളിനോ? ഇവർക്ക് രണ്ടുപേർക്കും അല്ല. പിന്നെ അപ്പച്ചിക്ക്. സുശീലാന്റിക്ക് മനമാറ്റം ഉണ്ടായിരുന്നോ? നോ, നെവർ. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല. സത്യം ഞാൻ പറഞ്ഞത്. ഇന്ന് എന്റെ അടുത്ത് വന്നു, എന്നോട് ഇരിക്കാനും പറഞ്ഞു. അപ്പച്ചി എന്റെ കൂടെ ഇരുന്നു. ആദ്യമൊക്കെ എന്നെ അംഗീകരിക്കാൻ പറ്റിയില്ലെന്നും ഇപ്പൊ അങ്ങനെ അല്ലെന്നും പറഞ്ഞു. എന്നിട്ട് ആന്റി പറഞ്ഞാലും നീ വിശ്വസിച്ചോ? ആന്റി അങ്ങനെ നിന്റെ അടുത്ത് വന്നെങ്കിലേ അതിന്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ വ്യക്തമായ മറുപടി ഒന്നും പറഞ്ഞില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ അടുക്കളയിലേക്ക് പോയി. അതെന്തായാലും നന്നായി. ഇല്ലെങ്കിലേ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് നിന്റെ മനസ്സിലുള്ള എല്ലാം ഊറ്റിങ്ങെടുത്തേനെ. ഇനി സാർ എന്തിനാ എന്നെ കാണാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞേ? അതോ, അത് വേറൊന്നും അല്ല. പാർവതി എന്നെ അന്വേഷിക്കുന്നു. പാർവതി, അവരൊക്കെ ആഹാരം കഴിക്കാൻ വന്നിട്ടുണ്ടാവും. ഞാൻ താഴോട്ട് ചെല്ലട്ടെ. അല്ല പാർവതി, പറയട്ടെ. എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോഴത്തേക്കാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.